Moving to question number 19. There are three concentric conducting spherical shells ABC of radius A, B and C respectively. The potentials of the spheres A, B and C are respectively. ചോദ്യം കാണുകയും ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് കാണുമ്പോൾ വളരെ വലിയ ചോദ്യമാണെന്ന്. വളരെ സിമ്പിളായി നമ്മൾ പഠിച്ച കുറേ പ്രാവശ്യം ക്ലാസ്സിൽ ചെയ്ത് പഠിച്ച ഒരു ചോദ്യമാണിത്. ഇത് എ, ഇത് ബി, അതേപോലെ അടുത്തത് സി അല്ലേ. സോ ഈ മൂന്നാളുകളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ഡയറക്റ്റ് ചോദ്യം കേട്ടോ മക്കളിത്. സോ ഇതിൻ്റെ റേഡിയസ് എ ആണ്, ഇതിൻ്റെ റേഡിയസ് ബി ആണ്, ഇവൻ്റെ റേഡിയസ് സി ആണ്. സോ ഇതാണ് എ എന്നുള്ളത്. അപ്പോൾ എ എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് എ എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലാണ് ചോദിക്കുന്നതെങ്കിൽ എയിലെ ചോദിച്ചിരിക്കുന്ന ചാർജ് ഏതാ? എനിക്ക് തോന്നുന്നു ഫിഗറും കൂടി ആക്ച്വലി കൊടുത്തിട്ടുണ്ടോ സംശയമുണ്ട്. എന്നാൽ കൂടി കുഴപ്പമില്ല. എയിലുണ്ടാവുന്ന ചാർജ് Q1, ബിയിലെ ചാർജ് Q2, സിയിലെ ചാർജ് Q3. ഇത് ബി, ഇത് സി ആണ്. പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഓരോ സ്ഫിയറിൻ്റെയും പൊട്ടൻഷ്യൽ ഇക്വേഷൻ എടുക്കാം. നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു സ്ഫിയറിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ KQ/R ആണ്. റേഡിയസ് R ആണെങ്കിൽ KQ/R ആണ്. പോയിന്റ് ഔട്ട്സൈഡ് ആണെങ്കിൽ അവിടേക്കുള്ള ദൂരം എന്താണ്? KQ/r ആണ്. ഇൻസൈഡ് ആണെങ്കിൽ എന്താ? ഇൻസൈഡിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ് ഈ എ എന്നുള്ള Q1 എന്നുള്ള ചാർജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരാളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലല്ലേ. സോ K×Q1 അയാളുടെ റേഡിയസ് പ്ലസ് ഈ രണ്ടാമത്തെ സ്ഫിയറിനെ സംബന്ധിച്ച് എ എന്നുള്ള പോയിന്റ് എന്താണ്? രണ്ടാമത്തെ സ്ഫിയറിൻ്റെ അകത്താണ്. അതുകൊണ്ട് അയാളുടെ സർഫസിലെ പൊട്ടൻഷ്യൽ എടുക്കും. മൂന്നാമത്തെ സ്ഫിയറിനെ സംബന്ധിച്ച് എ എന്നുള്ള പോയിന്റ് അയാളുടെ അകത്താണ്. സോ ഒരു സ്ഫിയറിൻ്റെ അകത്താണ് പൊട്ടൻഷ്യൽ എങ്കിൽ അയാളുടെ സർഫസിലെ പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം K×Q3/C വരും. ഇതാണ് എൻ്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ എൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ K കോമൺ ആക്കി എടുത്താൽ ഈ വിളിക്കായിട്ട് 1/4πε0 വരും. അപ്പോൾ Q1/A so 1/4πε0 into Q1/A plus Q2/B plus Q3/C വരും. ഇതാണ് ഓപ്ഷൻ VA വരിക. 1/4πε0 into Q1/A plus Q2/B plus Q3/C. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. ഇനി 3 ആണോ 4 ആണോ എന്ന് മാത്രം വെരിഫൈ ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബി എടുക്കാം. ഇതല്ലേ ബി. സോ പൊട്ടൻഷ്യൽ അറ്റ് ബി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ചെറിയ സ്ഫിയറിൻ്റെ പുറത്തല്ലേ ബി എന്നുള്ള പോയിന്റ്. അവിടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സ്ഫിയറിൻ്റെ രണ്ടാമത്തെ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. സോ ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ബി അല്ലേ. സോ K×Q1/B പ്ലസ് രണ്ടാമത്തെ സ്ഫിയറിൻ്റെ സർഫസ് ആണ്. അപ്പോൾ K×Q2/B പ്ലസ് മൂന്നാമത്തെ സ്ഫിയറിൻ്റെ ഇൻസൈഡ് ആണ്. അതുകൊണ്ട് K×Q3/C വരും. K കോമൺ ആക്കി പുറത്ത് വന്നാൽ 1/4πε0 വരും. Q1ഉം Q2വിൻ്റെയും സിമ്പിൾ സെയിം ആയതുകൊണ്ട്, സൈൻ സെയിം ആയതുകൊണ്ട് Q1 പ്ലസ് Q2/B പ്ലസ് Q3/C വരും. ഇങ്ങനെ ആൻസർ ഉണ്ടോ നോക്ക്. 1/4πε0 ഇൻറ്റു Q1 പ്ലസ് Q2/B പ്ലസ് Q3/C. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ സി എന്നുള്ള പോയിന്റ് നോക്കാം. സി എന്നുള്ള പോയിന്റ് ഏറ്റവും ഔട്ട്സൈഡ് ആണല്ലേ. സി എന്നുള്ള പോയിന്റ് ഏറ്റവും ഔട്ട്സൈഡ് ആണ്. സോ ഔട്ട്സൈഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഫിയറിനെ സംബന്ധിച്ച്, ചെറിയ സ്ഫിയറിനെ സംബന്ധിച്ച് ഇവിടേക്കുള്ള ദൂരം എന്താ? സി ആണ്. അതേപോലെ രണ്ടാമത്തെ സ്ഫിയറിനെ സംബന്ധിച്ച് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്താണ്? സി ആണ്. മൂന്നാമത്തെ സ്ഫിയറിൻ്റെ സർഫസിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം സി ആണ്. രണ്ടാമത്തെ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം സി ആണ്. മൂന്നാമത്തെ സ്ഫിയറിൻ്റെ സർഫസ് ആയതുകൊണ്ട് അവിടേക്കുള്ള ദൂരം സി ആണ്. സോ K 1/4πε0 കോമൺ ആക്കി എടുത്താൽ Q1 പ്ലസ് Q2 പ്ലസ് Q3/C എന്നുള്ള ആൻസർ കിട്ടും. സോ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് എഗെയിൻ വന്നിരിക്കുന്ന ചോദ്യം നമ്മളെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ചോദ്യമാണ്. ഇത് ക്ലാസ്സുകൾ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് പഠിപ്പിച്ച ചോദ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ബേസിക് കോൺസെപ്റ്റ് എന്താ? ഒരു 2 സ്ഫിയേഴ്സ് ഉണ്ട്. ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്താൽ ഈ എ എന്നുള്ള പോയിന്റ് ഈ വലിയ സ്ഫിയറിൻ്റെ ഇൻസൈഡ് പോയിന്റ് ആണ്. അപ്പോൾ അയാളുടെ റേഡിയസ് സർഫസിലെ പൊട്ടൻഷ്യൽ എടുക്കും. ചെറിയ സ്ഫിയറിൻ്റെ സർഫസിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് സർഫസിലെ പൊട്ടൻഷ്യൽ എടുക്കും. ഇനി ഇവിടെയാണ് എടുക്കുന്നതെങ്കിലോ, രണ്ടാമത്തെ സ്ഫിയറിലാണ് ഒരു പോയിന്റ് എടുത്തിരിക്കുന്നതെങ്കിൽ ചെറിയ സ്ഫിയറിൻ്റെ ഔട്ട്സൈഡ് പോയിന്റ് ആണ്, വലിയ സ്ഫിയറിൻ്റെ സർഫസ് പോയിന്റ് ആണ്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഈ ചോദ്യം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ മക്കളെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നടക്കാം.